ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് രസം പൊടിയാണ്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് രസം പൊടി തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു രസം പൊടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രസമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ മുളകും ജീരകവും ഒന്നും ഇങ്ങനെ പൊടിക്കാനൊന്നും നിൽക്കണ്ട. ഈ ഒരു പൊടിയിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് രസം തയ്യാറാക്കാവുന്നതാണ്. നല്ല മണം അതുപോലെ തന്നെ നല്ല രുചിയുള്ളൊരു രസമാണ് ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രസം പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മല്ലി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു മല്ലി കഴുകിയിട്ടുണ്ടായിരുന്നതാണ്, അത് കാരണം ചെറുതായിട്ടൊരു ഈർപ്പുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലി നമ്മൾ ഓൾറെഡി കഴുകി ഉണങ്ങിയിട്ടുള്ള മല്ലിയാണ് എടുക്കണമെങ്കിൽ കൂടി നമ്മളിത് നന്നായിട്ട് വറുത്തിട്ടെടുക്കണം. ഈ ഒരു മല്ലിയൊക്കെ വറുക്കുമ്പോൾ നല്ലൊരു മണം വരില്ല, ആ ഒരു മണം വരുന്നത് വരെ ഈ ഒരു മല്ലി ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇപ്പോൾ മല്ലിയൊക്കെ അതേ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതേ പാനിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പില്ല, ആ ഒരു പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രസത്തിന് ആ ഒരു നല്ലൊരു ടേസ്റ്റൊന്നും കിട്ടില്ല. ഇപ്പോൾ അതേ തുവരപ്പരിപ്പ് ഞാൻ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ വറുത്തിട്ടെടുക്കണത്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടൊക്കെ പോകും. അപ്പോൾ തുവരപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 1/4 കപ്പ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ജീരകമൊക്കെ നമ്മൾ വറുത്തിട്ടെടുക്കുമ്പോൾ ഒരുപാട് നേരം നമ്മൾ വറുത്തിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാനൊക്കെ നല്ലോണം ചൂടായിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. 1 മിനിറ്റോളം മാത്രം നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ അതേ ജീരകം നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് ഒരു 1/4 കപ്പ് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു കുരുമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വറ്റൽമുളക് കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 12 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അതേ കുരുമുളകും വറ്റൽമുളകൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതും ചൂടാറാൻ വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് രസം പൊടി തയ്യാറാക്കുമ്പോൾ നല്ല മണമായിരിക്കും രസം പൊടിക്ക്. ഇതൊക്കെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഈ ഒരു ചൂടുള്ള പാനായ കാരണം കറിവേപ്പിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിതിൽ വേറെയും 2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അതേ കറിവേപ്പില നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ 3/4 ടേബിൾ സ്പൂണോളം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തരിയോട് കൂടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചിട്ടെടുക്കുന്നത്. ഇപ്പോൾ അതേ പകുതി ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതേ നമ്മുടെ രസം പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, വീടും മൊത്തം നല്ല രസത്തിൻ്റെ ഒരു മണമാണ്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രസം പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അരച്ചത് കുറച്ചിങ്ങനെ അരഞ്ഞിട്ടൊക്കെ പോയി, അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് അരച്ചത് കറക്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴൊക്കെയാണോ രസം വെക്കുന്നത് ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് രസം വെക്കാവുന്നതാണ്. നല്ല മണം അതുപോലെ തന്നെ നല്ല രുചിയുള്ളൊരു രസമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. Thank you.